ഉത്സവങ്ങളുടെ മഹാറാണി എന്നാണ് ഈ നവരാത്രിയെ പറ്റി പറയുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ 5 വിശേഷ ദിവസങ്ങൾ ആചരിക്കണം എന്ന് പറയും. അതിലൊന്നാമത്തേതായിട്ട് പറയുന്നതാണ് മകരസംക്രാന്തി, രണ്ടാമത് ശിവരാത്രി, 3 വിഷു, 4 ശ്രീകൃഷ്ണ ജയന്തി, 5-മത്തേത് നവരാത്രി. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഹരിശ്രീ ഗണപതിയെ നമഃ എന്നുള്ളതിൻ്റെ എല്ലാ സ്വരങ്ങളുടെയും പ്രാതിനിധ്യവും ആധ്യാത്മിക പ്രഭാഷണങ്ങളുടെ ഒരു യാത്രകൾക്കിടയിലോ എവിടെയെങ്കിലും മറക്കാൻ പറ്റാത്തൊരു വിജയദശമി ഓർമ്മ? എനിക്ക് ഓർമ്മയുള്ള എല്ലാ വിജയദശമി ഇവിടെ അച്ഛൻ്റെ കൂടെയുള്ള വിജയദശമിയാണ്. ഏവർക്കും നമസ്കാരം. അബാക് മീഡിയയുടെ മുഴുവൻ പ്രേക്ഷകർക്കും വിജയദശമി ആശംസകൾ. അബാക് മീഡിയയിൽ വിജയദശമി ദിവസമായി ഇന്ന് അതിഥിയായുള്ളത് പ്രൊഫസർ സരിത അയ്യരാണ്. ചേച്ചി നമസ്കാരം. നമസ്കാരം. വീണ്ടും അബാക് മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിജയദശമിയുടെ കുറച്ച് കഥകൾ ചേച്ചിയിൽ നിന്ന് കേൾക്കാൻ വേണ്ടിയാണ് എറണാകുളത്ത് നിന്ന് കോട്ടയത്തേക്ക് ഓടിയെത്തിയത്. അപ്പോൾ ഞങ്ങൾക്ക് വിജയദശമിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും. നമ്മളുടെ ആഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവരാത്രി എന്ന് പറയുന്നത്. പുരാണങ്ങളിൽ പറയുന്നത് പ്രധാനമായിട്ട് നമ്മൾ 5 വിശേഷ ദിവസങ്ങൾ ആചരിക്കണം എന്ന് പറയും. അതിലൊന്നാമത്തേതായിട്ട് പറയുന്നതാണ് മകരസംക്രാന്തി, രണ്ടാമത് ശിവരാത്രി, 3 വിഷു, 4 ശ്രീകൃഷ്ണ ജയന്തി, 5-മത്തേത് നവരാത്രി. ഏറ്റവും കുറഞ്ഞത് ഇത് 5 ആചരിച്ചിരിക്കണം എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ തമ്മിലുള്ള ഒരു പ്രത്യേകത നോക്കിയാൽ ഇതിലേറ്റവും അവസാനം പറഞ്ഞ നവരാത്രി ഒഴിച്ച് ബാക്കിയെല്ലാം ഓരോ ദിവസമാണ് നമ്മൾ ആചരിക്കുന്നത്, അല്ലേ? മകരസംക്രാന്തി ആണെങ്കിലും ശിവരാത്രി ആണെങ്കിലും വിഷു ഒക്കെയാണ്. പക്ഷെ നവരാത്രി എന്ന് പറയുമ്പോഴേ നമുക്ക് ആ പേര് കൊണ്ടറിയാം 9 ദിവസമാണ് ആചരിക്കുന്നത്. ഗ്രാമാറ്റിക്കലായിട്ട് കൂടി ഒന്ന് പറയുകയാണെങ്കിൽ പൊതുവെ നവരാത്രികൾ എന്ന് പറയാറില്ല. നമ്മൾ വിചാരിക്കും 9 ഉള്ളപ്പോൾ എന്തുകൊണ്ട് നവരാത്രികൾ എന്ന് പറയുന്നില്ല. സംഖ്യ വരുമ്പോൾ പിന്നെ നമ്മൾ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പം നവരാത്രി എന്ന് പറയുമ്പോൾ 9 മടങ്ങാണ് മറ്റ് ആഘോഷങ്ങളെക്കാൾ ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നവരാത്രിക്ക് കൂടുതൽ പ്രത്യേകതയുണ്ട്. ഉത്സവങ്ങളുടെ മഹാറാണി എന്നാണ് ഈ നവരാത്രിയെ പറ്റി പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ടും ആഘോഷത്തിനും പ്രാധാന്യമുണ്ട്, വ്രതത്തിനും പ്രാധാന്യമുണ്ട്. ചില ആഘോഷങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആഘോഷത്തിനായിരിക്കും പ്രാധാന്യം. ഇപ്പോൾ ഉദാഹരണത്തിന് വിഷു വന്നു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ആഘോഷത്തിനാണ് പ്രാധാന്യം. ശ്രീകൃഷ്ണ ജയന്തി വന്നാലും ആഘോഷത്തിനാണ് പ്രാധാന്യം. ശിവരാത്രി വന്നാലോ വ്രതത്തിനാണ് പ്രാധാന്യം. പക്ഷെ നവരാത്രി വന്നാലോ ആഘോഷത്തിനും പ്രാധാന്യമുണ്ട്, വ്രതത്തിനും പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനെ ധാരാളം പ്രത്യേകതകളുണ്ട്. ഇപ്രാവശ്യത്തെ ശരത്കാല നവരാത്രി ഒരു വർഷം ഏറ്റവും കുറഞ്ഞത് 4 ഉണ്ടെന്ന് പറയും. ഈ ശരത്കാല നവരാത്രിക്ക് ഒരു പ്രത്യേകത, ഇപ്രാവശ്യം 9 ദിവസമല്ല 10 ദിവസമുണ്ട്. തിഥി നോക്കുമ്പോൾ ഒരു തിഥി കൂടുതലുണ്ട്. ആചാര്യന്മാർ പറയുന്നത് ഇത് വളരെ വിശേഷമാണ് എന്ന് പറയാണ്. കാരണം ഒരു ദിവസം കൂടെ നമ്മൾ ഭഗവാനെ ഭജിക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെ വളരെ വിശേഷമാണെന്ന് പറയും. അപ്പം ഇവിടെ നമ്മൾ കേരളത്തിൽ പൊതുവെ ഈ ഒരു നവരാത്രി എന്ന് പറയുന്നത് വിദ്യാരംഭം അല്ലെങ്കിൽ വിജയദശമി, പൂജയെടുപ്പ് അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ഇപ്പോൾ വെസ്റ്റ് ബംഗാളിലൊക്കെ ആണെങ്കിൽ ദുർഗാപൂജ അങ്ങനെയുള്ള രീതിയിലാണ്. ഇത് എറണാകുളത്ത് ഇപ്പോൾ ഈ സമയങ്ങളിൽ പകലും രാത്രിയിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ നോർത്തിൽ നിന്നുള്ളവരുടെ വലിയ ആഘോഷങ്ങളാണ്. വലിയ ഹോളുകൾ ബുക്ക് ചെയ്ത് അവർ ഒരുമിച്ച് കൂടുന്നു, ഭജൻസ് ഒക്കെ ആയിട്ട് വലിയ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ, പണ്ട് കേരളത്തിൽ അവസാനത്തെ 3 ദിവസം മാത്രമേ നമ്മൾ ആചരിക്കാറുണ്ടായിരുന്നുള്ളൂ. പക്ഷേ കുറച്ചുകൂടി ഇങ്ങനത്തെ ചില കാര്യങ്ങളിൽ ചിട്ടവട്ടങ്ങൾ ഉത്തരേന്ത്യക്കാർക്ക് കൂടുതലാണ്. അവരാദ്യം തൊട്ട് തന്നെ 9 ദിവസവും ആചരിക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ ഒരു രീതി നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഉത്തരേന്ത്യയിൽ കൂടുതലായിട്ട് ഇത് ദുർഗാപൂജ, 9 ദിവസം ദേവി പൂജ, 9 ദേവിയുടെ രൂപങ്ങളെ, ബ്രഹ്മചാരിണി മുതലുള്ള രൂപങ്ങളെയാണ് പ്രാർത്ഥിക്കുന്നത്. നമ്മുടെ ഇവിടെയാണെങ്കിൽ പൊതുവെ ആദ്യത്തെ 3 ദിവസം കാളി ദേവി, അടുത്ത 3 ദിവസം ലക്ഷ്മി ദേവി, അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവി. അപ്പം അതുകൊണ്ടാണ് അവസാനത്തെ 3 ദിവസം നമ്മൾ പൂജ വയ്ക്കുന്നതും ആ വിദ്യാരംഭമൊക്കെ ചെയ്യുന്നത്. പിന്നെ സാന്ദർഭികമായിട്ട് പറയാം, ഈ ഓർഡറിൻ്റെ ഒരു കാരണം നമ്മൾ നവരാത്രിക്ക് പൊതുവെ വ്രതമൊക്കെ എടുക്കും. അപ്പോൾ ഈ കാളീദേവി എന്ന് പറഞ്ഞാൽ തിന്മയെ ഇല്ലാതെയാക്കി നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ വ്രതത്തിൻ്റെ സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ നമ്മളുടെ ദുസ്വഭാവങ്ങളൊക്കെ മാറ്റിവെക്കും. ഇപ്പം സിഗരറ്റ് വലിക്കുന്നവരോ മദ്യപിക്കുന്നവരൊക്കെ ആണെങ്കിൽ അതെല്ലാം നിർത്തലാക്കും. നമ്മൾ പറയാറില്ലേ മാലയ്ക്ക് മാലയിട്ട് പോയി, അല്ലെങ്കിൽ ഞാൻ പറയായിരുന്നു എന്നൊക്കെ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് നമ്മൾ വാക്കുകളൊക്കെ ശ്രദ്ധിക്കുക. രാവിലെ കുളിക്കുക, അമ്പലത്തിൽ പോകും. നമ്മുടെ ഉള്ളിലെ തിന്മയെ നമ്മൾ ഇല്ലാതെയാക്കും.
അപ്പോൾ ആ 3 ദിവസം കൊണ്ട് നമ്മൾ പതുക്കെ ഒരു സാത്വിക ഭാവത്തിലേക്ക് വരുമ്പോൾ, തിന്മയില്ലാതെയാകുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നന്മ ഉടലെടുക്കും. അതാണ് അടുത്ത 3 ദിവസം നമ്മൾ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നത്. ലക്ഷ്മി ദേവി ഐശ്വര്യത്തിൻ്റെ ദേവതയാണ്, നന്മയുടെ ദേവതയാണ്. ഈ നന്മയുള്ള മനസ്സിലെ അറിവുണ്ടാകാവും. തിന്മയുള്ള മനസ്സിൽ അറിവുണ്ടായാൽ എന്താണ്? ഇപ്പോൾ തീവ്രവാദികളെയൊക്കെ നോക്കാം, അവർ നടത്തുന്ന ആക്രമണങ്ങളും അതിനു വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നോക്കിയാൽ നമ്മൾ വിചാരിച്ചു എന്തൊരു ബുദ്ധിയാണ് ഇവർക്കെന്ന്. പക്ഷേ ഇവരുടെ തിന്മ നിറഞ്ഞ മനസ്സിൽ അറിവുണ്ടാകുന്നത് കൊണ്ട് ലോകനാശമാണ് ഫലം. നേരെ മറിച്ച് നന്മ നിറഞ്ഞ മനസ്സിൽ അറിവുണ്ടായാലോ? അബ്ദുൽ കലാം സാറിന്, ISROയിലെ ശാസ്ത്രജ്ഞന്മാർ, അവരുടെയൊക്കെ അറിവ് ലോകത്തിന് നന്മയെ പ്രദാനം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ ഓർഡർ. അതുകൊണ്ട് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നമ്മുടെ ഉള്ളിൽ നന്മ നിറഞ്ഞു കഴിയുമ്പോൾ പിന്നീട് എന്താകും? അത് നമ്മൾ സരസ്വതി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും. അങ്ങനെയുള്ള മനസ്സിൽ നമുക്ക് അറിവുണ്ടാകണം. ഇപ്പം നമ്മൾ അഷ്ടമിയുടെ അന്നാണ് പൊതുവെ പൂജ വയ്ക്കുന്നത്. ആയുധങ്ങളും എല്ലാ സാധനങ്ങളും നമുക്ക് വേണമെങ്കിൽ അന്ന് പൂജ വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഓരോരുത്തത്തെ രീതി അനുസരിച്ച് പൂജ വയ്ക്കുന്ന സാധനങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കും. എന്താണെങ്കിലും ദശമി രാവിലെ വരുന്ന ദിവസം വേണം നമ്മൾ പൂജ എടുക്കാനായിട്ട് പറയുന്നത്. അന്ന് രാവിലെ ഉദയത്തിന് ഇത്ര നാഴിക 24 മിനിറ്റ് എന്നൊക്കെ പറയും. ഇത്ര നാഴിക മുമ്പ് തുടങ്ങി ഉദയം കഴിഞ്ഞിട്ട് 24 മിനിറ്റ് പറയും. ഈ ഒരു സമയത്താണ് പൊതുവെ ഈ സരസ്വതി പൂജ നമ്മൾ ചെയ്യുന്നത്. ഈ സരസ്വതി പൂജ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഗണപതി പൂജ ചെയ്യണമെന്ന് പറയും. കാരണം നമുക്കറിയാം ഗണപതി ഭഗവാന്റെ ഭക്തിമാരാണ് സിദ്ധിയും ബുദ്ധിയും. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ഉണ്ടാകേണ്ടതും ഇതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പറയും, ഈ വിദ്യാരംഭം എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഷോഡശ സംസ്കാരത്തിൽ പെട്ടതല്ല. ഈ വിജയദശമി അന്ന് തന്നെ നമ്മളിങ്ങനെ വിദ്യാരംഭം നടത്തണമെന്നില്ല. നല്ല തിഥി ഒക്കെ നോക്കി, നല്ല ഒരു നാളും ഒക്കെ നോക്കി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വിദ്യാരംഭം നടത്താൻ സാധിക്കും. ചില ദിവസങ്ങൾ ഈ വാവ് അതുപോലെയുള്ളതൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഗണപതി പൂജ ചെയ്തിട്ട് പിന്നെ നമ്മൾ സരസ്വതി പൂജ ചെയ്യുക. ഈ പൂജ ചെയ്യാമെന്ന് ഞാൻ വളരെ ചുരുക്കി പറയുന്നതിന് കാരണം ഓരോ സ്ഥലത്തെ സമ്പ്രദായം അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചിലയിടത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ അഷ്ടമി തൊട്ട് 5 പത്മമൊക്കെ ഇട്ട് 5 ദേവന്മാരെയൊക്കെ പൂജിച്ചാണ്. അപ്പോൾ അവനവൻ്റെ രീതി എങ്ങനെയാണോ അന്ന് ആ സരസ്വതി ദേവിയെ പൂജിച്ചിട്ട് പിന്നെയാണ് നമ്മൾ മുതിർന്നവരായിട്ടുള്ളവർ ഒക്കെ വിദ്യാരംഭമൊക്കെ ചെയ്യുന്നത്, അരിയിലൊക്കെ എഴുതുന്നത്. എന്നോട് ചിലർ ചോദിച്ചിട്ടുണ്ട്, നമ്മൾ കുഞ്ഞിലെ ആദ്യം വിദ്യാരംഭം ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് ഇപ്പോൾ വീണ്ടും ഈ വിദ്യാരംഭം നടത്തുന്നത് എന്ന്. ഇത് ശരിക്കും പറഞ്ഞാൽ മൊബൈൽ റീചാർജ് ചെയ്യുന്നത് പോലെയാണ്. ഇപ്പോൾ ജനുവരി 1 കഴിയുമ്പോൾ എത്ര പേരാണ് പുതിയ റെസൊല്യൂഷൻ എടുക്കുന്നത്? അതിന് ഈ ജനുവരി 1 നോക്കിയിരിക്കുന്ന എന്തിനാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലേ? പക്ഷെ ഒരു പുതിയ തുടക്കമാണെന്ന് നമുക്ക് തന്നെ ഒരു തോന്നലാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈ വിജയദശമി ദിവസം ആ വിജയത്തിൻ്റെ അല്ലെ ദേവി തിന്മയില്ലാതാക്കി നന്മ സ്ഥാപിച്ച് പലതരത്തിലുള്ള അസുരന്മാരെ, 9 അസുരന്മാരെയും ദശഹര ദസറ എന്ന് പറയുന്നു. 10ാമതായിട്ട് നമ്മുടെ ഉള്ളിലുള്ള എല്ലാ തിന്മയും നശിപ്പിച്ച ആ ദേവി. അപ്പോൾ വിജയത്തിൻ്റെ ദിനമാണ്. അപ്പോൾ അന്ന് നമ്മളൊരു പുതിയ തുടക്കം. ഇനിയുള്ള വർഷങ്ങളിൽ നമ്മുടെ വായിൽ നിന്ന് സരസ്വതി കടാക്ഷത്തോടു കൂടിയുള്ള വാക്കുകൾ മാത്രമേ വരൂ. നമ്മുടെ പ്രവൃത്തികളും ചിന്തകളും അങ്ങനെ ആയിരിക്കും എന്ന് നമ്മളെ തന്നെ ഓർപ്പിക്കുന്നതാണ്. അതാണ് ശരിക്ക് വിജയദശമി. പിന്നെ അന്നാണ് നമ്മൾ കുട്ടികളെ പ്രധാനമായിട്ടും എഴുത്തിനിരുത്തുന്നത്. അപ്പോൾ എഴുത്തിനിരുത്തുന്നതിൻ്റെ രീതികൾ നോക്കിയാൽ പൊതുവേ എങ്ങനെയാണെന്ന് വെച്ചാൽ അച്ഛനോ മുത്തശ്ശനോ ഒക്കെ തന്നെ കുട്ടിയെ എഴുത്തിനിരുത്താം. പിന്നെ അതല്ലെങ്കിൽ ഇപ്പം വളരെ മഹാന്മാരായിട്ടുള്ള വ്യക്തികളെ കൊണ്ടും എഴുത്തിനിരുത്താം. ഇപ്പോൾ ചിദാനന്ദപുരി സ്വാമിജിയൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടിയെ അച്ഛനോ മുത്തശ്ശനോ തന്നെ മടിയിലിരുത്തുക, എന്നിട്ട് മുഖാമുഖം ഇരിക്കുക. കുട്ടി കിഴക്കോട്ട് ദർശനമായിട്ടായിരിക്കണം ഇരിക്കുക. കുട്ടിയെ നല്ല കുളിപ്പിച്ച് വൃത്തിയാക്കി നല്ല ശുഭ്രവസ്ത്രമൊക്കെ ഉടുപ്പിച്ച് കൊണ്ടുവരിക, തിലകം ചാർത്തുക, അക്ഷതമൊക്കെ ഇടുക. അത് കഴിഞ്ഞിട്ട് വേണം കുട്ടിയെ കൊണ്ട് എഴുതിക്കാൻ. അപ്പം നമ്മൾ തേനിൽ സ്വർണ്ണ മോതിരം മുക്കിയിട്ടാണ്. അപ്പോൾ തേൻ അമൃതത്തെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ വായിൽ നിന്നും അമൃത സമാനമായിട്ടുള്ള വാക്കുകൾ വരട്ടെ. സ്വർണ്ണമാണെങ്കിൽ ഐശ്വര്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ ആ കുട്ടിയുടെ ഏത് തുടങ്ങുമ്പോഴും ഓം പ്രണവ മന്ത്രത്തിൽ വേണം തുടങ്ങാൻ എന്ന് പറയും. അപ്പോൾ ഓം ഹരി ശ്രീ ഗണപതയെ നമഃ അവിഘ്നമസ്തു. പിന്നെ എന്ത് വേണമെങ്കിലും ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അത് നാവിൽ എഴുതിക്കുക. പിന്നെ കരയുകയാണെങ്കിൽ അധികം ബലം പിടിക്കരുതെന്നൊക്കെ ആചാര്യന്മാർ പറയും. കുട്ടി പറയുകയാണെങ്കിൽ പറയട്ടെ, അല്ലെങ്കിൽ നമ്മൾ ചൊല്ലിക്കൊടുക്കുക. ആ കുട്ടിയുടെ ചെവിയിൽ അത് വീഴുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയെ കൊണ്ട്
വിരൽ പിടിപ്പിച്ച് ഈ ചൂണ്ട് വിരലും നടുവിരലും പിടിപ്പിച്ചിട്ട് ഈ കുട്ടിയെ കൊണ്ട് അരിയിലും നമ്മൾ എഴുതിക്കാൻ പറയും. ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ ഓം ഹരിശ്രീ ഗണപതിയെ നമഃ എന്നുള്ളതിൻ്റെ എല്ലാ സ്വരങ്ങളുടെയും പ്രാതിനിധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ഠം താലു ഇവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് പറയില്ല. അപ്പോൾ എല്ലാത്തിൻ്റെ പ്രാതിനിധ്യവും ഉണ്ട്. അപ്പം അതുകൊണ്ടാണ് ഈ ഒരു മന്ത്രം വിദ്യാരംഭത്തിനായിട്ട്, കാരണം എല്ലാ സ്ഥലങ്ങളിൽ നിന്ന് ശബ്ദം കൃത്യമായിട്ട് വരണം. ഇപ്പോൾ നമ്മൾ രാമായണത്തിൽ ശൂർപ്പണഖയ്ക്ക് മൂക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ പറയുന്നുണ്ട് ങ ഞാണ നാമ ഈ അക്ഷരങ്ങളൊന്നും സംസാരിക്കാൻ പറ്റാതെ, കാരണം എന്താ ഇതെല്ലാം മൂക്ക് വെച്ച് സംസാരിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് എല്ലാ സ്ഥലത്തു നിന്നുള്ള ശബ്ദം കൃത്യമായിട്ട് വരണം. അപ്പോൾ എല്ലാ ശബ്ദത്തിൻ്റെയും പ്രാതിനിധ്യമുള്ളതാണ് ഇത്, ഈ ഓം ഹരിശ്രീ ഗണപതിയെ നമഃ. അതുകൊണ്ട് അത് വെച്ച് കുട്ടിയെ എഴുതിക്കുന്നു. അത് കഴിഞ്ഞ് ആചാര്യനെ നമസ്കരിക്കാം, അദ്ദേഹത്തിന് ദക്ഷിണ കൊടുക്കാം, കുഞ്ഞിനാണെങ്കിൽ എന്തെങ്കിലും ഫലം കൊടുക്കാം, ദേവിയെ നമസ്കരിക്കാം. ഇങ്ങനെയുള്ള ഒരു ചിട്ടയാണ് നമ്മൾ ചെയ്യുന്നത്. പൊതുവെ വിജയദശമി ദിവസം അന്നത്തെ ദിവസം മുഴുവൻ മുഹൂർത്താണ്. അപ്പോൾ ഏത് സമയം വേണമെങ്കിലും അന്ന് എഴുത്തിനിരുത്താന്ന് പറയും. ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ ചെയ്യുന്ന ചില ചിട്ട. പക്ഷേ എനിക്കൊന്ന് മൂകാംബികയിലൊക്കെ എല്ലാ ദിവസവും എഴുത്തിനിരുത്തുന്നുണ്ട്. അതെ, കാരണം അതാണ് ഞാൻ പറഞ്ഞത്, വിദ്യാരംഭത്തിന് പ്രത്യേകിച്ച് ഒരു ദിവസമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഈ സരസ്വതി പൂജ എന്നുള്ള രീതിയിലാണ് നമ്മൾ ആചരിക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം ഈ വിദ്യാരംഭത്തിന് നമ്മൾ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും സരിത ചേച്ചിയും എവിടെയെങ്കിലും ആചാര്യയായിട്ട് പോകുന്നുണ്ടോ? സാധാരണ എന്നെ വിളിക്കാറുണ്ട്, പക്ഷെ എനിക്ക് പോകാൻ പറ്റാറില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പ് തന്നെ എവിടെയെങ്കിലും പ്രഭാഷണം കാണും. അപ്പോൾ ഒരു രാവിലെ തൊട്ട് ഉച്ച വരെ നമ്മൾ ഇരിക്കേണ്ടത്. ഇവിടെ ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ ധാരാളം വർഷം എൻ്റെ അച്ഛനാണ് എഴുത്തിനിരുത്തിയത്. അപ്പോൾ അതുകൊണ്ട് 1-2 പ്രാവശ്യം വിളിച്ചു. അപ്പോൾ ഞാനിങ്ങനെ സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു. പിന്നെ എൻ്റെ സൗകര്യത്തിന് വീട്ടിൽ ചിലർ കുട്ടികളെയും കൊണ്ട് വരും. അതിപ്പം വിജയദശമി എന്നല്ല, അതിന് മുമ്പുള്ള ദിവസങ്ങളിൽ, ഇപ്പോൾ പൂജ വെക്കുന്നതിന് മുമ്പ്, ഇപ്പോൾ കഴിഞ്ഞ ദിവസവും പൂജ വെക്കുന്നതിന് മുമ്പ് കുട്ടികളെയും കൊണ്ട് വന്നു. അപ്പോൾ ഇവിടെ വീട്ടിൽ വെച്ച് നമ്മൾ എഴുതിക്കാറുണ്ട്. അപ്പോൾ ഈ വിജയദശമിയും പ്രഭാഷണമായി പോവുകയാണ്. പ്രഭാഷണത്തിലാണ്. ഇന്നെവിടെയാണ് പ്രഭാഷണം? കറുകുറ്റിയിൽ, അപ്പോളോയുടെ അടുത്ത് കറുകുറ്റിയിലാണ് പ്രഭാഷണം. ഓക്കെ. ഈ മറക്കാനാകാത്ത എന്തെങ്കിലും ഒരു വിജയദശമി ഓർമ്മയുണ്ടോ? ഈ അധ്യാപന ജീവിതത്തിലോ അല്ലെങ്കിൽ ഈ ആധ്യാത്മിക പ്രഭാഷണങ്ങളുടെ ഒരു യാത്രകൾക്കിടയിലോ എവിടെയെങ്കിലും മറക്കാൻ പറ്റാത്തൊരു വിജയദശമി ഓർമ്മ? എനിക്ക് ഓർമ്മയുള്ള എല്ലാ വിജയദശമി ഇവിടെ അച്ഛൻ്റെ കൂടെയുള്ള വിജയദശമിയാണ്. കാരണം അതൊരു വിജയദശമി എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളിവിടെ, ഞാൻ പറഞ്ഞല്ലോ അച്ഛനിവിടെ എഴുത്തിനിരുത്തുമായിരുന്നു. അപ്പോൾ ഒരു 2-3 പേര് ആചാര്യന്മാർ കാണും. അപ്പോൾ ആ സമയത്ത് അതിൻ്റെ ഒരു 3 ദിവസം മുമ്പ് തൊട്ട് ഈ പുസ്തകം പൂജയ്ക്ക് വെക്കുന്നതിൻ്റെ തയ്യാറെടുപ്പുകൾ. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ കുട്ടികൾ ഓർഗനൈസേഴ്സായിട്ട് ഈ ധാരാളം, ഏറ്റുമാനൂർ ക്ഷേത്രമല്ലേ, ധാരാളം ആളുകൾ പുസ്തകം പൂജയ്ക്ക് കൊണ്ടുവരും. ഇതെല്ലാം ഡെസ്കിട്ട് അറേഞ്ച് ചെയ്യുക, ഒരുക്കുക. പിന്നെ അച്ഛൻ്റെ ഒരു അസിസ്റ്റൻ്റായിട്ട് നിന്ന് അച്ഛന് ഇടയ്ക്കിടയ്ക്ക്, അമ്മ വീട് തൊട്ടടുത്താണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പാത്രത്തിൽ കാപ്പി തന്നു വിടും. അപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് കാപ്പി കൊണ്ട് കൊടുക്കുക. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അച്ഛൻ വരും. അപ്പോൾ അതിന് അച്ഛന് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അങ്ങനെ അത് ആ കുട്ടിക്കാലത്തെ വിജയദശമിയാണ് എൻ്റെ മനസ്സിൽ എല്ലായ്പ്പോഴും നിൽക്കുക. കാരണം എത്രയോ മണിക്കൂറുകളാണ് അച്ഛൻ ഇരിക്കുന്നത്. ഈ കുട്ടികളെല്ലാം അന്നൊക്കെ മടിയിലിരുത്തി തന്നെയാണ്. പിന്നെ പ്രായമാകുകയല്ലേ, അപ്പോൾ എത്രയോ 10-30 വർഷം എനിക്ക് തോന്നുന്നു എഴുതിച്ചിട്ടുണ്ട്. അപ്പോൾ ഇരുന്നിട്ട് കുറേ കഴിയുമ്പോൾ അച്ഛന് എഴുന്നേൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഞങ്ങളൊക്കെ പിടിച്ചിട്ടാണ് എഴുന്നേൽക്കുന്നത്. അത്രയും മണിക്കൂറുകൾ ഇരുന്ന് അതൊരു തപസ്സായിട്ടാണ്. ഇന്നും എത്ര പേര് പറയാറുണ്ടെന്നറിയോ അച്ഛൻ എഴുതിച്ചതാണ് എന്ന് പറഞ്ഞു. എൻ്റെ മനസ്സിലെ വിജയദശമി എന്ന് പറയുമ്പോൾ എനിക്ക് പ്രധാനമായിട്ട് ഏറ്റുമാനൂർ ക്ഷേത്രവും അച്ഛനെയാണ് ഓർമ്മ വരുന്നത്. ഓക്കെ, എന്തായാലും ഈ വിജയദശമി ദിവസം തന്നെ കുറച്ച് സമയം മാറ്റിവെച്ചതിൽ നന്ദി. താങ്ക് യു. നമസ്തേ.